അങ്ങനെ അതേ പൂരൊക്കെ കഴിഞ്ഞ പിറ്റേ ദിവസത്തെ എനിക്കൊരു രജിസ്ട്രേഷൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകുകയാണ് കേട്ടോ. 9:30 ആകുമ്പോൾ അവിടെ എത്ര എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ പിടിച്ച് കയറി പോയിട്ട് ബസ്സിലെത്തിയപ്പോഴത്തേന് പാറുമോളം ഇറങ്ങി കേട്ടോ. അങ്ങനെ ഏട്ടൻ പകുതി വഴിക്ക് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ കൂടെ പോകാൻ കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. എന്നിട്ടാണെങ്കിൽ രജിസ്ട്രേഷൻ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഏട്ടനെ ഞങ്ങളുടെ അമ്മായിയുടെ മകനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പോവുകയാണ്, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അതിൽ നാരങ്ങ വെള്ളമൊക്കെ തന്നിട്ടുണ്ടോ. അപ്പോൾ ആറുമോൾ അവിടെ എല്ലായിടത്തും നടക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും അവൾ അങ്ങനെ ഉണ്ടോ ഒരു പരിചയക്കുറവില്ല കേട്ടോ. എവിടെ പോയാലും പിന്നെ ഭക്ഷണം കഴിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കാനാണ് കേട്ടോ. അവിടെ സ്പെഷ്യലായിട്ടൊന്ന് ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ സംഭവം ഇഷ്ടമല്ല. കുട്ടിയേട്ടൻ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസിനാണെങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പൊന്നൂസ് വരികയെ ചെയ്തില്ല. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ പൊന്നൂസ് കഴിക്കാനേ വന്നില്ല. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഐസ്ക്രീം തിരാണ്ട് പൊന്നൂസിൻ്റെ കണ്ട് പൊന്നൂസിൻ്റെ പാറമോളോട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുകൂടെ എത്രയുള്ള